ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ പത്തനംതിട്ടയിൽ സമരസംഘവുമായി കോൺഗ്രസ് വരുന്നു. ഈ മാസം 9-ാം തീയതി നടക്കുന്ന പരിപാടിയിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പങ്കെടുക്കും. ശബരിമല ഉൾപ്പെടുന്ന ജില്ല എന്ന നിലയിലാണ് പത്തനംതിട്ടയിൽ സമരസംഗമം നടത്തുന്നത്. തിരുവനന്തപുരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ചുണ്ട് ഇന്ന്. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഈ സ്വർണ്ണപ്പാളി വിവാദം ഉയർന്നു വന്നതിന് പിന്നാലെ കോൺഗ്രസിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു സമരത്തിലേക്ക് കടക്കണോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ആ വിഷയത്തിൽ പ്രതികരണം നടത്താൻ പോലും കോൺഗ്രസ് നേതാക്കൾ ഏറെ വൈകുന്നതായിരുന്നു ആദ്യം കണ്ടത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം 1998-99 കാലം മുതലുള്ള ചില പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാറി മാറി വന്ന UDF സർക്കാരുകൾക്കും അക്കാലത്ത് UDF സർക്കാർ നിയമിച്ച കോൺഗ്രസിന്റെ അംഗങ്ങളായ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ പ്രതിക്കൂട്ടിലാകുമോ എന്നുള്ളൊരു ആശങ്ക കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഈ 2019-2025 തുടങ്ങിയ സമയങ്ങളിലെ വിഷയമാണ് നിലവിൽ ഏറ്റവും പ്രധാനമായി ഉള്ളത് എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് സമരത്തിലേക്ക് തന്നെ കടക്കാൻ തീരുമാനിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഈ ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അത് ബഹിഷ്കരിക്കുന്നതിനെ ചൊല്ലിയുള്ള നിലപാട് സാമുദായിക സംഘടനകളുമായി UDF അകലാനുള്ള കാരണമായിരുന്നു. അതോടുകൂടി തന്നെ അയ്യപ്പ സംഗമത്തിൽ സ്വീകരിച്ച നിലപാട് തിരിച്ചടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ ശബരിമല പോലെ ഒരു വിഷയത്തിൽ ഇടപെടാനും സമരം ചെയ്യാനും അതുമൂലമുള്ള മറ്റ് നടപടികളിലേക്കും കോൺഗ്രസ് കടക്കുന്നത്. അങ്ങനെ ഈ വിഷയം അന്വേഷിക്കണം, CBI തന്നെ അന്വേഷിക്കണമെന്നൊരാവശ്യം UDF തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. KC വേണുഗോപാൽ MP ആദ്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതിന് പിന്നാലെ എല്ലാ കോൺഗ്രസ് നേതാക്കളും വാർത്താ സമ്മേളനം വിളിച്ചുൾപ്പെടെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. അതോടുകൂടി തന്നെ ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ കോൺഗ്രസ് ഒരു വ്യക്തതയുള്ള നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. ആദ്യം അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും പിന്നീട് അങ്ങനെ ഒരു നിലപാടിലേക്ക് തന്നെ എത്തുന്നു. മാത്രമല്ല, UDF ഇപ്പോൾ കരുതുന്നത് ഈ വിഷയത്തിൽ ഏതെങ്കിലും നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംരക്ഷിക്കുന്നത് LDFന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ആ വിഷയം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുൻനിർത്തിക്കൊണ്ട് LDFനെ പ്രതിരോധത്തിലാക്കുക, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് പത്തനംതിട്ടയിൽ, ശബരിമല തന്നെ ഉൾപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിൽ സമരസംഗമം സംഘടിപ്പിക്കുന്നത്. ഒപ്പം യൂത്ത് കോൺഗ്രസ് ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.